റെൻ്റൽ എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഈ റീസെൻ്റായിട്ട് നടക്കുന്ന ചർച്ചകളൊന്നും നമുക്ക് ആപ്ലിക്കബിൾ അല്ല. റീസെൻ്റായിട്ട് വാർത്തയിലും യൂട്യൂബിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് കേട്ടിട്ടുന്ന ഒരു കാര്യമാണ് റെൻ്റൽ എഗ്രിമെൻറ്റിലെ ചേഞ്ചസ്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ കേട്ട കാര്യങ്ങളെല്ലാം സെൻട്രൽ ഗവൺമെൻറ് പുറപ്പെടുവിച്ച ഗൈഡ് ലൈൻസ് ആണ്. റെൻ്റൽ എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സ്റ്റേറ്റ് ലോയുടെ അണ്ടറിൽ വരുന്നതാണ്. അതായത് ഇന്ത്യയിലുള്ള ഓരോ സ്റ്റേറ്റുമാണ് ആ നാട്ടിൽ റെൻ്റൽ എഗ്രിമെൻറ്റ്സ് എങ്ങനെ വേണം, അതിൻ്റെ സ്ട്രക്ചറിങ് എങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞ ഗൈഡ് ലൈൻസ് ഒന്നും കേരള ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്തിട്ടില്ല. റെൻ്റൽ എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കേരളത്തിലുള്ള നിയമങ്ങൾ അതേപടി കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് 11 മാസത്തിന് മേളിലുള്ള റെൻ്റൽ എഗ്രിമെൻറ്റ് രജിസ്റ്റർ ചെയ്യണം. നിങ്ങളുടെ റെൻ്റൽ ഡെപ്പോസിറ്റ് നിങ്ങളും വാടകക്കാരനും ബിൽഡിംഗ് ഓണറും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്താണ്. 6 മാസത്തെ വാടക അല്ലെങ്കിൽ 2 മാസത്തെ വാടക എന്ന ലിമിറ്റ്സ് ഒന്നും കേരളത്തിൽ ആപ്ലിക്കബിൾ അല്ല. സപ്പോസ് നിങ്ങൾ 11 മാസത്തിന് മേളിലുള്ള ഒരു പീരീഡിലേക്കാണ് റെൻ്റൽ എഗ്രിമെൻറ്റ് ചെയ്യുന്നത് എങ്കിൽ സബ് രജിസ്ട്രാർ ഓഫീസിലാണ് നിങ്ങൾ അതിൻ്റെ രജിസ്ട്രേഷൻ നടത്തേണ്ടത്.